എല്ലാ കളികളിലും നമ്മുടെ ഹൃദയം കീഴടക്കുന്നത് മൈതാനത്തെ നിമിഷങ്ങളാകണമെന്നില്ല. ആ മൈതാനത്തെത്താൻ അവർ താണ്ടിയ കനൽ വഴികളുമായിരിക്കും. സാമ്രാജ്യത്വ ശക്തികൾ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചവിട്ടി അരക്കാൻ നോക്കിയിട്ടും അവസാനം വരെയും പൊരുതി നിന്ന രാജ്യം. ഇറാൻ ഫുട്ബോൾ ടീം തങ്ങളെ കൊന്നു കൊലവിളിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന അതേ മണ്ണിലേക്ക് ലോകകപ്പ് കളിക്കാനെത്തുന്നു. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ ദേശീയ ഗാനത്തിന് നിവർന്നു നിൽക്കുമ്പോൾ തലകുനിക്കുന്നത് സാമ്രാജ്യത്വത്തിന്റെ അഹന്തയാണ്. തിങ്കളാഴ്ചയാണ് ഇറാൻ അമേരിക്കയിൽ പ്രവേശിച്ചത്. ചൊവ്വാഴ്ചത്തെ കളിക്ക് ശേഷം ലോസ് ആഞ്ചലസിൽ നിന്നും കിവീസിനെതിരായ സമനിലയുമായി അവർ മെക്സിക്കോയിലേക്ക് പറന്നു കഴിഞ്ഞു. മത്സരത്തിന് മുന്നേയും ശേഷവും യാത്രകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള സമയം അവർക്കില്ല. ആരാധകരെ പോയിട്ട് അവരുടെ കുടുംബക്കാർക്ക് പോലും അമേരിക്കയിലേക്ക് പ്രവേശനവുമില്ല. എങ്കിലും ലോകത്തെവിടെയും അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ഉയരുന്ന ശബ്ദം പോലെ ആ ഗാലറികളിലും ഇറാൻ എന്ന് മുഴങ്ങുന്നു. വി ആർ നോട്ട് ഗോയിങ് ടു ബോ ഡൗൺ എന്ന് ഒരുമിച്ച് വ്യക്തമാക്കുന്നു. ചരിത്രത്തിലെ എല്ലാ മര്യാദക്കേടുകളോടെയും നടക്കുന്ന ഒരു ലോകകപ്പിലും ഫുട്ബോൾ പോരാട്ടത്തിന്റെ ടൂളാകുന്നു. 1998 ഫ്രാൻസ് ലോകകപ്പിൽ നടന്ന ഒരു ചരിത്രമുണ്ട്. ഇതുപോലെ അശാന്തമായിരുന്നു അന്ന് ഇറാൻ അമേരിക്ക നയതന്ത്ര ബന്ധം. പരസ്പരം ഏറ്റുമുട്ടാൻ ഗ്രൗണ്ടിലേക്കിറങ്ങിയ ഇരുവരും പക്ഷേ തീർത്തത് സ്നേഹത്തിന്റെ മതിലായിരുന്നു. ഇരു രാജ്യങ്ങളുടെയും ഭരണകൂടം താരങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച പ്രോട്ടോകോളുകൾ മറികടന്ന് താരങ്ങൾ വെള്ളപ്പൂക്കൾ കൈമാറി ഒരുമിച്ച് ഫോട്ടോ എടുത്തു. രാജ്യങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ ഹോർമൂസ് കടലിടുക്കുകൾ തുറക്കട്ടെ. ഫുട്ബോൾ അതിനുള്ള പാലമായി മാറട്ടെ.